എല്ലാം ഇന്ന് ജയിലിന് പുറത്താണ് സാർ. അതോടൊപ്പം തന്നെ ആചാര ലംഘനത്തിൽ ഗവൺമെന്റിനെ അനുകൂലിച്ചില്ല, ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടയ്ക്കുകയുണ്ടായി സാർ. അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങളിൽ ഇല്ല എന്നുള്ളതാണ് സാർ. അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ് സാർ. ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് സാർ. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്നറിയിക്കാൻ ഞാൻ. എന്താണ് സാർ പ്രതിപക്ഷത്തിന്റെ നിലപാട്? തന്ത്രിയെ ഒഴിവാക്കണം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് സാർ. തന്ത്രിക്ക് ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സാർ? പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുമുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത് സാർ? തന്ത്രിക്ക് 2 വക്കീലന്മാർ പുറത്തുണ്ട്. സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്. BJPയുമുണ്ട്, UDFുമുണ്ട്. സഭയ്ക്കകത്ത് BJP ഇല്ലാത്തത് കൊണ്ട് ആ BJPക്ക് വേണ്ടി കൂടിയുള്ള വക്കാലത്ത്, തന്ത്രിയുടെ വക്കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുകയാണ്, UDF ഏറ്റെടുത്തിരിക്കുകയാണ്.